ഈ പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിക്ക് 4-ാം ഊഴം കിട്ടുമോ? തോമസ് ഐസക്കും അനിൽ ആന്റണിയും തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ആരാകും പത്തനംതിട്ടയുടെ നാഥൻ? സസ്പെൻസ് തീരാൻ ഒരു രാത്രിയുടെ ദൂരം മാത്രം. ആന്റോ ആന്റണി, ഡോക്ടർ ടി.എം. തോമസ് ഐസക്, അനിൽ ആന്റണി. ഒരു വേള ത്രികോണ മത്സര സാധ്യത പോലും വിലയിരുത്തപ്പെട്ട മണ്ഡലത്തിൽ ആരാകും വിജയിച്ചു വരിക? മുന്നണി നേതൃത്വങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. എന്നാൽ പോയ കാലത്തെ അപേക്ഷിച്ച് വോട്ടിംഗ് ശതമാനത്തിൽ 10.8 കുറവുണ്ടായി എന്നത് മുന്നണി നേതൃത്വങ്ങളെ തെല്ല് ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇക്കുറി ഇടതുപക്ഷം എന്നത് തന്നെയായിരുന്നു LDFിൻ്റെ പ്രചാരണ വിഷയം തന്നെ. പത്തനംതിട്ടയുടെ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് ഡോക്ടർ തോമസ് ഐസക് 50,000-ലധികം വരുന്ന വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 10 വർഷം പൂർത്തിയാക്കിയ മോദി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ തന്നെ വോട്ടായി മാറും എന്നതാണ് NDAയുടെ ആത്മവിശ്വാസം. അനിൽ ആന്റണി വളരെ കംഫർട്ടബിൾ മെജോറിറ്റി വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. 7 അസംബ്ലി നിയോജകമണ്ഡലത്തിലും ഞങ്ങൾക്കതിനാവശ്യമായ ഭൂരിപക്ഷം ലഭിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ പോരാട്ടം സംസ്ഥാന സർക്കാരിനെതിരായ ജനവിധിയായി മാറും എന്നുള്ള ഉറപ്പാണ് UDF പങ്കുവയ്ക്കുന്നത്. ചരിത്രം ആവർത്തിക്കും. UDFിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ ആന്റോ ആന്റണി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ തവണ 44,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചതെങ്കിൽ ഇപ്രാവശ്യം അതിൻ്റെ ഇരട്ടി അധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അവകാശവാദങ്ങൾക്ക് ഇനി അധികം ആയുസില്ല. 65.34% പേർ വോട്ട് രേഖപ്പെടുത്തിയ ഈ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ പിന്തുണ ആർക്കെന്ന് മണിക്കൂറുകൾക്ക് ശേഷം നമുക്കറിയാനാകും. സിക്കി അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.